അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒന്നിലേക്ക് പാടില്ലല്ലോ. ഞാനൊരു ദർശന മുദരിസാണ്, ഇവരിവിടുത്തെ ദർശന ഉസ്താദുമാരാണ്. കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉസ്താദുമാർ ശിക്ഷ നടപ്പാക്കും. അപ്പൊ ഉസ്താദ് നാട്ടിൽ പോയപ്പോ കുട്ടികളെന്നെ തമ്മിൽ ശിക്ഷ നടപ്പാക്കി. എന്നാലോ ദർസ് പൊളിയാൻ പിന്നെ ഇവരുടെയും പോകണം. കുട്ടികളെ തമ്മിലൊക്കെ എല്ലാ ശിക്ഷയും നടപ്പാക്കുക, അത് പറ്റില്ല. എന്ന പോലെ ഭരണീയരാണ് നമ്മൾ. നമ്മളെ മേലെ നടപ്പാക്കാനുള്ള ശിക്ഷ ഭരണകർത്താവിനുണ്ട്, ഭരണാധികാരിക്കേ ഉള്ളൂ. അപ്പോ ഇവിടുത്തെ ഖാദിമാരെ നിശ്ചയിച്ചാലും ആ ഖാദിമാർക്ക് എല്ലാ അധികാരവും ശിക്ഷാധികാരമൊക്കെ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിക രാജ്യത്താവുമ്പോ ആ ഭരണകൂടം അതൊക്കെ നടത്താൻ ഇവർക്ക് അനുമതി ഉണ്ടാകുമ്പോ അവർക്കാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യം പോലത്തെ രാജ്യങ്ങളിൽ അതിനൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുമതിയും സമ്മതവും ഇല്ലാത്തതുകൊണ്ട് നാം അതിലേക്ക് കടക്കാൻ പാടില്ല എന്ന് സാന്ദർഭികമായി പറഞ്ഞതുള്ളൂ. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് കൊന്നവനെ കൊല്ലുന്ന ശിക്ഷ ഇസ്ലാമിലുണ്ട്. ഇനി ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർ എന്ന് മനസ്സിലാക്കി എന്റെ വാപ്പാനെങ്കിലും കൊന്ന അവനെ കൊന്നുകൊണ്ട് എന്റെ വാപ്പാക്ക് ഹയാത്തൊന്നും കിട്ടില്ല. മരിച്ച വാപ്പ ഞാൻ ജനിച്ചൂരോ ഹയാത്തായൂരോ വരൂല. അതുകൊണ്ടിപ്പോ അവനെ കൊന്നിരുന്ന കാര്യം. അതേ കാലത്ത് എന്റെ ബാപ്പയുടെ ജീവന് ഇസ്ലാം നിശ്ചയിച്ച വില അവൻ തരട്ടെ, നാ പൈസ ഇട്ടി അതിന് പോയാൽ നോക്കും. ഇന്ന് അവിടെ ഇസ്ലാം പറയുക എത്ര വില കൊടുക്കാനാണ്? 100 ഒട്ടകം. 100 ഒട്ടകം. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ എത്രയപ്പോ സംഖ്യ? ഇന്നിപ്പോ ഗൾഫ് നാടിൽ ഒരു സമ്പ്രദായമുണ്ട്. അവിടുത്തെ അറബി ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ച് അവർ ഭയങ്കര ഓവർ സ്പീഡിലൊക്കെ പോകും. അവിടുത്തെ റോഡിന് സ്ഥിതി അതാണല്ലോ. ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ 80 വരെ പോകാൻ പാടുള്ളൂ, അത് എഴുതി വെച്ച് കാണും. അല്ലെ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ 40 സ്പീഡിലേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര വരെ പോകാം, പരമാവധി 120 വരെ പോകാം, അതിന്റെ അപ്പുറം പാടില്ല. എന്നാ ഇവിടെയൊക്കെ ഭയങ്കര സ്പീഡ്, അതിസ്പീഡിൽ പോയിട്ട് ചിലപ്പോ ആളുകളെ കുത്തി ആളുകൾ മരിച്ച് അങ്ങനെയൊക്കെ ആവും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവരെ ബാങ്കിൽ പൈസ ഉണ്ടാവും, ഒരു പേടിയില്ല. എന്താ, ഒരാളെ തട്ടി അയാൾ മരിച്ചു, എന്നാ അയാളെടുത്ത ആ തുണിയനെ അയാളെ മേത്തുകൂടെ അങ്ങനെ നീട്ടിട്ടു കൊടുക്കും. 1.5 ലക്ഷം ദിർഹമിന്റെ ഒരു ചെക്ക് എഴുതിയിട്ട് ആ മയ്യത്തിന്റെ മേലെ ഒരു കല്ലും വെച്ചുകൊണ്ട് അവിടെ ഉണ്ട്. നിന്നെ തെരഞ്ഞെടുക്കണ്ടെന്ന് അതിന്റെ അർത്ഥം. എന്നെ തെരഞ്ഞെടുക്കേണ്ട പൈസയല്ലേ വേണ്ടു. അപ്പൊ ഒരു ജീവനെ അവർ കണക്കാക്കിയത് 1.5 ലക്ഷം ദിർഹംസ. 1.5 ലക്ഷം ദിർഹംസ എന്നപ്പോ എത്രയാവും? 25 ലക്ഷം കിലോ. ഒരു ഊഹിന്റെ, ഒരു മനുഷ്യന്റെ ആത്മാവിനോട് കൊടുക്കുന്ന വിലയാണ് പറഞ്ഞു. 100 ഒട്ടകത്തിന് വേണ്ടി കണക്കാക്കിയ ഒരു മിതമായ രീതിയാണ് ആ പറഞ്ഞ സംഖ്യ. 1 ലക്ഷം ദിർഹംസ് ഉണ്ടായാൽ തന്നെ പിന്നെ ഒരു 10-16 ലക്ഷം റുപ്യാന്റെ മേലായി. അപ്പൊ 1.5 ലക്ഷം ദിർഹംസ് എന്ന് പറയുമ്പോ ഒരു 20 ലക്ഷത്തിന് മേലപ്പുറം 25 ലക്ഷത്തിന് താഴെയായിട്ട് വന്നു. ഇത്രയും വിലയുള്ളൊരു മനുഷ്യൻ നിൽക്കാതെ ഒഴിച്ച കാരണം ഒരു വിലയില്ല എന്നാ പറയുന്നത്. ഇതാണ് താരിഖു സ്വലാത്തിന് ഇസ്ലാം വെച്ചിട്ടുള്ളത്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും ചെറുപ്പക്കാർ വരുത്തരുത് എന്ന് ഇവിടെ കൂടിയ ചെറുപ്പക്കാർ എന്നൊക്കെ ഇവരുടെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട മുതഅല്ലിമീങ്ങളാണ്. അപ്പൊ അവരോടല്ല പറയുന്നത്, അവർ മനസ്സിലാക്കണം ഞങ്ങളോടല്ല, ഞങ്ങളെ കൂട്ടത്തിലുള്ള കുറെ ആളുകളുണ്ട്, അവരിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കണം. നമ്മളെ കൊണ്ട് ഏറ്റവും വലിയ ഹൈറ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ കൂടി ഒരാളാണെങ്കിൽ ആ ഒരാൾ നമ്മളെ കാരണമായിട്ട് നന്നാവുക, അതാ ഏറ്റവും വലിയ ഹൈറ്. അപ്പോ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ഒക്കെ നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ ഈ കാര്യങ്ങളൊന്നും ചിന്ത കൊടുക്കാതെ വെറുതെ സമയങ്ങൾ വേസ്റ്റാക്കി കഴിയുന്ന എത്രയോ ആളുകളുണ്ടാവും. അവരൊക്കെ നമ്മൾ ബുദ്ധരാക്കണം, ബോധ്യപ്പെടുത്തണം. നിസ്കാരം ഒഴിച്ച കാര്യപ്പോ ഇനി നേരത്തെ നിങ്ങൾ ഇവിടെ ഉസ്താദ് അവതരിപ്പിച്ച പോലെ പേരിന് നിൽക്കിരിക്കുന്നുണ്ട്, പക്ഷെ ആ നിസ്കാരം മുഴുവൻ അസാധുവാണ്, സഹീഹല്ലാത്ത ഫാസിദായ നിസ്കാരാണ്. അവിടെ 2 കുറ്റാവില്ല. ഒന്നും അവൻ തീരെ നിക്കരിച്ചില്ലെങ്കിൽ നിക്കരിച്ചില്ല, ആ കുറ്റം വലിയ കുറ്റ. ഇവിടെ 2 കുറ്റം വരും. 1 നിക്കരിച്ചില്ല, കാരണം ചെയ്യാതെ നിൽക്കാറുണ്ടായില്ല. 2 നിക്കാരത്തെ ഫസാദാക്കിയതിന് വേറെ കുറ്റം വരും. എന്നാ പിന്നെ 2 നല്ലത് നിക്കരിക്കാതിരിക്കാന്ന് വെച്ചാൽ നിക്കരിക്കാതിരിക്കാതല്ല പറയുന്നത്. നിക്കരിക്കാതിരിക്കാൻ ഏറ്റവും വലിയ തെറ്റാണ്.
പക്ഷെ ആ നിക്കാരം സഹിയാകണം. എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നിപ്പോ വ്യാപകമായ ഒരു വസ്ത്രമാണ് പാന്റ്. ഈ പാന്റ് എടുത്ത് കേൾക്കുമ്പോൾ നിക്കാരത്തിൽ പല നിലക്കും പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിസ്കാരത്തിന്റെ ശുദ്ധിയിൽ, തഹാറത്തിൽ കുട്ടികളൊക്കെ ചെയ്യുന്ന നമ്മൾ കാണാറുള്ളത്. ഈ പടക്കയിന്തക്കാരിടുന്ന ഷറാബിയിലുണ്ട് പയ്യാമ, അതുപോലല്ലേ പാന്റ്. പയ്യാമട്ട ആൾക്ക് തുണി പോലെ ആക്കി ഇരിക്കാനും ഒക്കെ പറ്റും, സൗകര്യമുണ്ട്. ഇത് രണ്ട് കാലമ്പോഴും PVC പൈപ്പ് കയറ്റിയതാ. PVCയുടെ പൈപ്പ് കയറ്റിയാൽ ഇങ്ങനത്തെ ഉത്തം കിട്ടുമോ? അപ്പൊ കാലിന്റെ മുട്ടിനോട് മടങ്ങൂല. അപ്പൊ പിന്നെ മൂത്രമൊഴിക്കാൻ യാതൊരു അതാവതുമില്ല. ചില പള്ളികളൊക്കെ നിന്ന് മൂത്രമൊഴിക്കാൻ ഈ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ചില ആളുകള് തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മുട്ട് കുത്തി കണ്ട് മൂത്രപ്പേരയിൽ. അപ്പൊ കാലിന്റെ മുട്ട് എവിടെ കുത്തിക്കണത്? മൂത്രം വഹിക്കണ ആ കാല് വെക്കണ സ്ഥലത്താണ്. അവിടെ നേശുണ്ടാവുന്ന ഉറപ്പല്ലേ? അവിടെ കുത്തി മൂത്രം വെക്കും. ചിലരെ മൂത്രം വഹിക്കുമ്പോ തന്നെ നജാസത്തിന് ശുദ്ധി കിട്ടൂലെന്ന് പറയാം. എന്നാൽ അവര് നിന്ന് മൂത്രയിച്ചാൽ ഇതൊക്കെയാണ് ഏതാണ് എന്ന് വെച്ച് നിന്ന് മൂത്രയിച്ചാലോ? നിന്ന് മൂത്രം വഹിക്കുമ്പോഴും ഉണ്ട് പ്രശ്നം. ആ നിന്നോടത്തന്നെ വെച്ചാണ് അവനും മലയിരിക്കും ചെയ്യും. ആ മൂത്രത്തിന് മലയിരിക്കും ചെയ്ത് അതിലും കൂടി മലയിൽ തീർച്ചും കാലിന്റെ അടിഭാഗത്ത് മുഴുവൻ എന്താവും. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് ഹിക്മിയയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഓർക്ക ഞാൻ ചെന്നപ്പോ അവിടെ പള്ളിയിൽ, പുറത്തെ പള്ളിയിൽ ഇങ്ങനെ ചെറിയ ഓളോബ്രിക്സ് വെച്ചാണ്ട് ഇങ്ങനെ ഒരു കെട്ടിട്ടിരിക്കും. ഇതെന്താ ഇപ്പൊ സംഗതി മനസ്സിലായി. അപ്പോ കുട്ടികൾ പറഞ്ഞു, അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ ഉസ്താദ് അവിടുന്ന് ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികൾ അവിടെ നിൽക്കാൻ പാടുള്ളൂ, പള്ളിയുടെ ഉള്ളിൽ കയറാൻ പാടില്ല. അപ്പൊ സംഗതി ഇതാ, ഈ കുട്ടികൾ ചെയ്യുന്നതിലും കണ്ടാൽ പള്ളി കയറ്റാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അവിടെ പോലെ ചോട്ടെ ഉള്ളിൽ കയറില്ല എന്ന് പറയേണ്ടടുത്ത് എത്തുന്നത് കൊണ്ടാണ് ശുദ്ധി വരില്ല. അതുകൊണ്ട് ശുദ്ധി വരുത്തുന്ന കാര്യം നമ്മൾ സ്വന്തമായി തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വേണ്ടിട്ടവർ പ്രത്യേകിച്ചും പള്ളികളിലൊക്കെ നിന്ന് മുദ്രയിക്കാൻ സൗകര്യങ്ങളെടുത്ത് അതിലേക്കാണ് നിന്ന് പാത്തിയാൽ അവിടെ നിങ്ങോട്ട് തീർക്കുക. അതൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നജാസാത്തുകൾ തീർച്ചാൽ അവിടെ നിസ്കാരം ചെയ്യാവോ എന്ന പോലെ തന്നെ മറ്റൊന്നാൾ നിസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവനെ നിസ്കാരത്തിന്റെ സമയത്ത് സുജൂദിലെത്തുമ്പോ പാന്റ് വളരെ താഴോട്ടിറങ്ങി കുപ്പായം നേരെ മേലോട്ട് അങ്ങോട്ടും കയറി രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഭാഗം ശരിക്കൊണ്ട് ഒളിവാകും. എങ്ങനെ നിൽക്കാൻ ചെയ്യാം? അവർത്തിന്റെ ഭാഗമാണ് ആ പുറത്ത് കാണുന്നത്. തുണിയൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ പൊക്കിളിന്റെ മേലെയായിരിക്കണം. ഇനി ഫാന്റ് ഇടുന്ന ആളാണെങ്കിൽ പൊക്കിളിന്റെ മേലത്തേക്ക് ഫാന്റ് ഇടാൻ വലിയ പ്രയാസമാണ്. ഇനി അങ്ങനെ വന്നാൽ തന്നെ സുജൂദിനെ നേരത്തെ താഴോട്ട് പോവുകയും ചെയ്യും. കുറച്ച് പള്ളുകളുള്ളാണെങ്കിൽ പറയും വേണ്ട. പള്ളുള്ളവനാണെങ്കിൽ പള്ളിന്റെ താഴെ അറ്റത്ത് കൂടെ ഫാന്റ് പോകും. എത്ര നേരെ വെച്ചാലും അത് കീഴ്പെട്ടും ചാടും. എന്നാൽ പിന്നെ രണ്ടും കൂടി ബന്ധിപ്പിക്കാൻ എന്താ? അവന്റെ ഷർട്ട് ബനിയനൊക്കെയാണ്. അത് ശരിക്കും ഇൻഷേറൊക്കെ ചെയ്ത് സുജൂദിന്റെ വേളയിലേക്കൊന്നും വെളിവാവാത്ത വിധം ഭദ്രമാണെങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമില്ല. അല്ലെങ്കിലോ അതിങ്ങനെ ഇൻസൈഡ് ചെയ്യാത്ത എനിക്ക് ലൂസാക്കിയിട്ടിരിക്കാം. ഇനിയല്ല അങ്ങനെ നമ്മള് ഇൻഷുറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷർട്ട് വളരെ ലൂസാ. സുജൂദിന്റെ നേരത്തെ നന്നായിട്ട് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണുന്ന നിൽക്കാം. ഇവിടെ ഒന്നും നിൽക്കാറ് ചെയ്യാവൂല. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിക്കുന്നവർ ചെയ്യുന്ന അമൽ സുന്നത്തൊക്കെ പോട്ടെ, നമ്മൾ ഫർളായ സംഗതികളാണ്. ഈ ഫർളായ കാര്യം പൂർത്തിയാകണ്ടേ? അപ്പൊ ആ കാര്യങ്ങളടക്കം കുട്ടികൾ പ്രത്യേകിച്ചും സൂക്ഷിക്കണമെന്നും മറ്റുള്ളവരെ നമ്മുടെ സഹപാഠികൾ അവരൊക്കെ ഇക്കാര്യം ഉണർത്താൻ ബോധ്യപ്പെടുത്തണമെന്നും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനാണ് പറഞ്ഞത്.
നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടുന്ന നിർബന്ധമായ സംഗതികൾ നമ്മൾ അറിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോവാം. കൂലി നഷ്ടപ്പെട്ട് മാത്രമല്ല, ചിലത് അങ്ങനെയുണ്ട്. ചെയ്തതൊക്കെ ശരിയാണെങ്കിലും അതിന്റെ സവാബ് കൂലി നഷ്ടപ്പെടും. ഇപ്പൊ ജമാഅത്തായി നിസ്കരിക്കുമ്പോ 27 ദറജ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഉള്ളതാണ്. പക്ഷേ ആ 27 ദറജ കിട്ടണമെങ്കിൽ ജമാഅത്ത് ശരിയാവണം. ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വൈകല്യങ്ങൾ, കറാഹത്തുകൾ, ഈ കാരണം കൊണ്ട് ജമാഅത്തിന്റെ ആ സവാബാണ്. നമ്മൾ ജമാഅത്തിൽ കൃത്യമായി വരും, പക്ഷേ ജമാഅത്ത് കൊണ്ട് കിട്ടേണ്ടുന്ന സവാബ്, അതിന്റെ കൂലി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഉദാഹരണമായി ഇമാമിന്റെ കൂടെ പോകുന്ന മൗമൂം എപ്പോഴും ഇമാമുമായി ചലനങ്ങളിൽ മുക്കാറിനത്ത് ഒപ്പം അത് പാടില്ല. നമ്മുടെ മൗമൂമിൽ നല്ലൊരു ശതമാനത്തിന്റെ അവസ്ഥ ഒപ്പം നല്ല ഒരടി മുന്നില, അല്ലേ? ഇമാമിനേക്കാൾ ഒരടി മുന്നില. ഇമാം റുക്കോയ്ക്ക് പോവാ, ഇവനും പോവാ ഒപ്പം തന്നെ. ഇമാമിലെ സാവകാശം പോകുന്നത്, അവ ആ ഋത്തുനീനെ ഇറക്കുമ്പോ അവിടെ എത്തിപ്പോയി. സുജൂദിലേക്ക് ഇമാം പോവാ, അപ്പൊ തന്നെ ഇവനൊപ്പം പോവാണ്. ഇമാമ സുജൂദിലേക്ക് എത്തിയിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് അവിടെ എത്തിപ്പോയി. ഇദ്ദേഹം പറഞ്ഞു ഒരടി മുന്നില. ജമാഅത്തിനെ കൂലി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നിസ്കാരത്തിന് അവൽ മുതൽ ആഖിർ വരെ മുക്കാറിനത്ത് ഇമാമുമായി ഒപ്പത്തിനൊപ്പം സഞ്ചരിച്ചാൽ ആ ജമാഅത്തിനെ കൂലി നഷ്ടപ്പെട്ടു പോയി. വളരെ സാഹസപ്പെട്ടവൻ വീട്ടിൽ നിന്ന് ജമാഅത്തിന് വേണ്ടി മാത്രം പള്ളിയിൽ വന്ന ആളാണ്. ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. അവിടെ എന്ത് വേണം? മുന്തക്കൽ ഇലഹിയായ ഏത് നിലയിലേക്കാണോ ഇമാം പോകുന്നത്, ഇമാം അവിടെ എത്തിയതിനു ശേഷമേ മൗമൂം ഇവിടുന്ന് പുറപ്പെടാൻ പാടുള്ളൂ. അതാണ് ഇന്ന് ശരിയായ റൂട്ട്. അപ്പൊ സുജൂദിലേക്ക് ഇമാമൻ എത്തിയാൽ മൗമൂം എത്തിയാൽ ഇന്ന് പുറപ്പെടണം. മുക്കാരണത്തിൽ ഒരൊറ്റ സ്ഥലം ആമീൻ പറയുമ്പോ ഇമാം ആമീൻ പറയുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇമാമിന്റെ കൂടെ തന്നെ ആമീൻ നമ്മളും പറയാം. അത് മുവാഫഖത്ത് മുക്കാരണത്ത് സുന്നത്തുള്ളതാണ്. അതിന് കാരണം പറയുന്നത് തന്നെ ഇമാമിന്റെ ഖിറാഅത്തിന് ആമീൻ പറയാൻ, ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ വക്കാലത്ത് കൊടുക്കപ്പെട്ട അല്ലാഹു തആല അധികാരം കൊടുത്ത കുറെ മലായിക്കത്തുണ്ട്. ഓൽക്കുള്ള പണി എന്നതാ. ആ മലായിക്കത്ത് ആമീൻ പറയുന്നത് ഇമാം ആമീൻ പറയുന്ന ഒപ്പാണ്. അപ്പൊ നമ്മൾ ആമീനും അതിന്റെ കൂടെ തന്നെ ആയാൽ മലായിക്കത്തിന്റെ ആ ആമീന്റെ ഇജാബത്ത് നമുക്കും കിട്ടും. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ നോക്കി നിൽക്കണം? ഇതാ കാലം ഇമാമോ വൈരിൽ മൗദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഫഖൂലു ആമീൻ. വലദ്ദാല്ലീൻ പറഞ്ഞ് ഇമാമ് തന്നെ ആമീൻ പറയും. അപ്പൊ ആ സമയം നമ്മൾ നോക്കണം. അപ്പോ ചിലപ്പോ ഇമാം വലദ്ദാല്ലീൻ പറഞ്ഞ പോലെ ആമീൻ പറയില്ല, ഒരു റബ്ബി ഔഫില്ലി പറയാനുള്ള സമയം കിട്ടും. അത് നമ്മൾ പ്രതീക്ഷിക്കണം. എന്നിട്ട് ആമീൻ പറയാൻ പാടുള്ളൂ. ഇത് മിക്കവാറുണ്ടായിരുന്ന തുടങ്ങി ആമീൻ പറയണ്ടേ. വൈരിൽ മഹബൂബിനെയും വലദ്ദാല്ലീൻ പറഞ്ഞ് ഒരു സക്കത്ത, ചിലപ്പോ ഒരു റബ്ബി ഔഫില്ലിന്റെ അടിയിൽ പറയും സുന്നത്തുണ്ട്. അതും പറഞ്ഞിട്ടാണ് ഇമാം ആമീൻ പറയണമെങ്കിൽ ആ സമയം നോക്കി നിൽക്കണം. എന്നിട്ട് ഇമാമിന്റെ ആമീന്റെ ഒപ്പം നമ്മൾ ആമീൻ പറയണം. ഒരു ചെലവില്ല. എത്രയാണ് ഇതിന്റെ സവാബ്, ഇതിന്റെ കൂലി കിട്ടും. എന്ന പോലെ ജമാഅത്തിന് പോകാൻ നേരത്തെ പോയിട്ടുണ്ട്. അവര് സ്വപ്പ് തന്നെ അവൻ നിന്നിട്ടുണ്ട്. ഇമാമ് തക്ബീർ കിട്ടി, ഉടനെ പിന്നെ തക്ബീർ ആവണം. അപ്പോ തക്ബീർ തഹറുമിന്റെ ഫള് അത് വേറെ ഒന്നും കിട്ടൂല. ബാക്കി ഫളുകളൊക്കെ ചിലപ്പോ എങ്ങനെയെങ്കിലും ശ്രമിച്ച് വീണ്ടെടുക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ ഫള് എങ്ങനെ വീണ്ടെടുത്താൽ കിട്ടൂല. ഇമാമ് തക്ബീർ ചെല്ല ഉടനെ തക്ബീർ തമ്മിച്ചില്ല. അതാണ് ഫളീലത്തു തഹറുമർ. തക്ബീറു തഹറുമിനെ ഫളീലത്തിനെ എത്തിക്കുക. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഭാഗത്തോളം ജാഗ്രത വേണം. അവിടെ വെറുതെ നിന്നുകൊണ്ട് സമയം കളയും. അപ്പൊ ഇമാമിന്റെ തക്ബീർ തഹറുമ കഴിഞ്ഞ് ഇമാമിന്റെ ഉജ്ജത്തും കഴിഞ്ഞ് ഫാത്തിഹ തുടങ്ങിയപ്പോഴപ്പം തക്ബീറുണ്ട്. അല്ലെങ്കിൽ ഫാത്തിഹയും കഴിഞ്ഞ് ഖിറാഅത്ത് വാങ്ങുമ്പോഴാണ് തക്ബീറുണ്ട്. ചിലര് അങ്ങനെ പോയി ഇമാമ് റുക്കൂക്കോളം അവിടെ വെക്കും. എങ്ങനെ വെക്കും? ചിലപ്പോ വിശ്വാസമായിരിക്കും.
ഉസല്ലി ഉസല്ലി പറഞ്ഞിട്ട് അങ്ങനെ ഉസല്ലി ഉസല്ലി എന്ന് പറഞ്ഞതൊന്നും കൂലിട്ടില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അതിന്റെ കൂലിയെങ്കിലും കിട്ടും. ഉസല്ലി 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 എന്ന് എന്ത് കൂലി കിട്ടും? അങ്ങനെ ഉസല്ലി പറഞ്ഞിട്ട് ഈ ഫളീലത്തൊക്കെ പോയി. ജമാഅത്തിന് വന്ന ആളാ, അവന്റെ ഇതൊക്കെ പോയി. ഇതൊക്കെ പറഞ്ഞു ഇതെല്ലാം നമ്മുടെ വീഴ്ചകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പക്ഷം അതൊക്കെ നമുക്ക് എന്തായി കൊണ്ടുവരാൻ പറ്റും. വലിയ ഫളിലുള്ള സംഗതികൾ ഒരു ഫളില്ലാതെ ആക്കി പോവാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും നാം ജാഗ്രത പുലർത്തണം. നമുക്കതിനെക്കുറിച്ചൊക്കെ ബോധം വേണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ ശരിയാകണ്ടേ? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് കിട്ടേണ്ടുന്ന കൂലി അള്ളാഹു നമുക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്ത കൂലി അള്ളാഹു തരുമല്ലോ. നമ്മൾ ചെയ്യണ്ടേ? നമുക്ക് അവകാശമൊന്നുമില്ല. അള്ളാഹു തരാമെന്ന് പറഞ്ഞ വാഗ്ദാനം അള്ളാഹു ലംഘിക്കുക എന്ന പ്രത്യാശയെ നമുക്കുള്ളൂ. എന്നല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം തരാൻ അള്ളാഹു ബാധ്യസ്ഥനാണ്, തന്നേ പറ്റൂ, തന്നില്ലെങ്കിൽ അത് വാങ്ങും, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു താലാക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ ഒരു ബാധ്യതയില്ല. ആരോടൊരു കടപ്പാടും കടമയും അള്ളാഹ്ക്കില്ല. പിന്നെയോ അള്ളാഹു നമുക്ക് ഇതെന്ന് നിഅമത്തുള്ള അപേക്ഷിക്കുമ്പോ നാം എത്ര ശുക്ർ ചെയ്താലും പിന്നെയും ശുക്ർ ചെയ്യാൻ ബാക്കിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊക്കെ നമുക്ക് നേരത്തെ ചെയ്തെന്ന നിഅമത്തിന് അതിന്റെ വകയിൽ ശുക്ർ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക. ചെയ്തതിനെ പുതിയത് കിട്ടാൻ നാം അവകാശികളൊന്നും അല്ല. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്ക് തരും, അത് നമുക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്ത സവാബുകൾ കൂലികൾ നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നിങ്ങൾ ഇന്ന മര്യാദയും അതുമൊക്കെ പാലിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഉണ്ടാകണം. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നല്ല പൂർണ്ണമായ ശ്രദ്ധ, പ്രത്യേകിച്ച് ഭൗതികം പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇതുപോലത്തെ ദീനീ സ്ഥാപനത്തിൽ പഠിക്കുമ്പോ അവരിൽ നമുക്ക് പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. അതെന്താ? കേവലം ഭൗതികത്തിന് പിന്നാലെ മാത്രം പോയവരല്ല. അവർ അതിനെ കൂടെ പഠിച്ച മറ്റൊന്ന് ഭൗതിക ലോകത്തുള്ള ഈ വിജ്ഞാനമൊക്കെ സമ്പാദിച്ചാൽ അത് ഭൗതിക ലോകത്തേക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഇനിയൊരു ജീവിതം വരാൻ പോകുന്ന അനന്തം ഖുർആൻ തന്നെ പറയും, യഥാർത്ഥ ജീവിതം ദാറുൽ ആഖിറത്തിലെ ജീവിതമാണ്. ആ ജീവിതം വരുമ്പോൾ അത് സുഖകരമാക്കണമെങ്കിൽ അതിനാവശ്യമായതൊക്കെ ചെയ്തിരിക്കണം. അതിന് ആവശ്യമായത് ചെയ്യണമെങ്കിലോ അതുമായി ബന്ധപ്പെട്ട ദീനിയായിരുന്നു ആവശ്യമാണ് എന്ന് വെച്ചുകൊണ്ടാണ് ഭൗതികമായ എല്ലാ അറിവും സമ്പാദിക്കുന്നതിനൊപ്പം ദീനിയായ അറിവും അതിന്റെ കൂടെ സമ്പാദിക്കും. അപ്പവർ ഏത് രംഗത്തെത്തിയാലും ദീൻ അവർ കൈവിടില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ഭൗതികമായ സ്ഥാനത്ത് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദീനിയായ സംഗതിയൊക്കെ അവന്റെ മെയിൻ്റില്ലാതായി, അതൊക്കെ ഒരു പഴഞ്ചൻ സംഗതിയായി മാറി. അങ്ങനത്തെ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ പ്രത്യേകിച്ചും ഈ കാലത്ത് രണ്ട് വിദ്യാഭ്യാസം വേണം. കേവലം ദർസിൽ മാത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്കും ഭൗതികമായ അറിവ് കുറഞ്ഞളവിൽ കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ പുതിയ ലോകവുമായി സംവദിക്കാൻ വരെ ഈ കുട്ടികൾക്ക് കഴിയാതെ വരും. കാരണം ലോകം അടിമുടി മാറ്റം വന്നിരിക്കും. ഏത് സാധാരണക്കാരും അവരുടെ സംസാരത്തിൽ വരുന്ന വേർഡുകൾ തന്നെ പലപ്പോഴും മലയാളത്തിൽ വരെ ഇംഗ്ലീഷ് വരായി. അപ്പൊ ഒന്നും അറിയാത്ത ഒരാൾ ദീനിയായി കുറെ പഠിച്ചു, പക്ഷേ ആ പഠിച്ചത് അവന് ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും കഴിയാതെ വരുന്നത് ഭൗതികമായ അറിവിലുള്ള കുറവാണ്. അതും വേണം. പക്ഷെ ഒന്നാം നമ്പറായി നമ്മൾ കാണേണ്ടത് ദീനിയായ അറിവാണ്. അതെപ്പോൾ നമ്മൾ ഈ ദഅ്വാ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് വളർന്ന് നല്ല സ്ഥാനത്തെത്തി ഭൗതികമായി നല്ല ശമ്പളം കിട്ടുന്ന അവസ്ഥയിൽ എത്തിയാൽ പിന്നെ അവന്റെ യൂണിഫോം മാറി അവന്റെ ഒരു ഉസ്താദിന്റെ ഉസ്തൊക്കെ പോയി കേവലം ഒരു ഭൗതികന്റെ രീതി കാണും. അത് നമുക്ക് വലിയ സങ്കടമാണ്. കാരണം നാം എങ്ങനെയാണ് ഇങ്ങനത്തെ സ്ഥാപനമൊക്കെ നടത്തുന്നത്? ഇവിടെ ഇത്രയും ഇരിക്കുന്ന ഈ കുട്ടികൾ അവരൊക്കെ വെറും സൗജന്യമായി പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നതിന് എത്ര വലിയ സംഭാവനകൾ നല്ല മുഹിദ്ദീങ്ങളായ ആളുകൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഈ
ആ കാര്യങ്ങളിലൊക്കെ വളരെ അങ്ങേറ്റം നമ്മളെ ഭാഗത്തും ശ്രദ്ധ വേണം. നല്ല ദീനിൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. ദീനിനെ സ്നേഹിക്കുന്നവർ, ദീനിന്റെ മുഹിബ്ബീങ്ങൾ, അവരെ കൊണ്ടിലേക്ക് നടക്കുന്നത്, അവരിലേക്ക് സഹായിക്കുന്നത്. അപ്പൊ അവരെ പ്രതീക്ഷ നാം തെറ്റിച്ചു കളയരുത്. നമ്മൾ എത്രമാത്രം ഭൗതികത്തിൽ എത്തിക്കഴിഞ്ഞാലും നാം ഇവിടുന്ന് നേടിയെടുത്ത ദീനിയായ ഗുണനിലവാരം നമ്മൾ ഇന്ന് കൈവിട്ടു പോകാൻ പാടില്ല. എല്ലാം കളഞ്ഞു കുളിക്കുന്ന അവസ്ഥ അത് കുട്ടികളുടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എത്ര വലിയ സ്ഥാനത്തെത്തിയാലും ദീൻ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന് മെജോറിറ്റി കൂടെ ഉള്ളൂ. ദീനില്ലാത്തവന് എത്ര വലിയ ആളായാലും അതിനൊരു കണക്കുണ്ട്. ദീൻ അവന്റെ കയ്യിലുണ്ടെങ്കിലോ ഇങ്ങനെല്ലാം അവൻ മെജോറിറ്റി കൂടും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾ, ഭൗതികമായി പഠിക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ഭൗതിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നവർ കൂടെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദീനിയായ ഗ്രന്ഥങ്ങൾ, കിതാബുകൾ, അത് അർഹിക്കുന്ന വിധത്തിലുള്ള പരിഗണന അതിന് കൊടുക്കുകയും അതനുസരിച്ച് പഠിക്കുകയും ചെയ്താൽ നമുക്ക് പുതിയ ലോകത്തോട് സംവദിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു രൂപത്തിലേക്ക് എത്തും. അതെപ്പോഴും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ആളുകളുന്നുണ്ട്, ആലിമികൾ ഒരുപാട് പേരിനുണ്ട്. പക്ഷെ ഒരു മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മഹലിലേക്ക് 100% പറ്റിയ ഒരാൾ, ആ മഹലിനെ ശരിക്കും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരാൾ എന്നേൽക്ക് നോക്കുമ്പോഴോ വളരെ വിരളമായിരിക്കും. അപ്പൊ ഗുണനിലവാരം കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ആ വിഷയം പഠിക്കുന്നവർ പ്രത്യേകിച്ച് കുറച്ചുകൂടി ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും. ദീനിയും ദുന്യവിയുമായ രണ്ട് ഇൽമും സമന്വയിപ്പിച്ചുകൊണ്ട് അവർ കുറച്ചും കൂടി ബുദ്ധി കൂടുതൽ വേണം. അപ്പൊ അവരോട് ഇക്കാര്യം പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന നിലക്കാണ് ഞാനിത് ഉൾപ്പെടുത്തുന്നത്. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് പറഞ്ഞ പോലെ സാന്ദർഭികമായ ഒരു അറിവും കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അത് പറഞ്ഞ കൂട്ടത്തിൽ നേരത്തെ ഉസ്താദിനെ പറഞ്ഞാണ്. ഇതാ പറഞ്ഞൊക്കെ തന്നെയാണ് ഇതിന്റെ നിയമം. മുടി കറുപ്പിക്കറിഞ്ഞാൽ അത് ഒരിക്കലും പാടില്ല. ഷാഫി ഇമാമിന്റെ മദ്ഹബ് പ്രകാരം തസ്ബീദ് ഷഅർ എന്നാണ്, മുടി കറുപ്പിക്കുക, അത് ഹറാമാണ്. അറബ് നാട്ടിൽ ഇങ്ങനെ ഇതിനൊരു ചെറിയ ഒരു പരിപാടി വേറുണ്ട്. അതെന്താ? കറുപ്പിക്കാറില്ല. മുടിക്ക് മൈലാഞ്ചി ഇടാനാണ്. മുടിക്ക് മൈലാഞ്ചി ഇടാൻ. മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞാല് ഇന്ന് മൈലാഞ്ച ഹിന്ന അസ്വർ, കറുത്ത മൈലാഞ്ചി. കറുപ്പികളില്ല, ഇതെന്താ മൈലാഞ്ചിടാണ്. നേർച്ച ആളുകളോട് മൈലാഞ്ചിടാൻ സുഖം പറയണല്ലോ. മൈലാഞ്ചിയുടെ സുന്നത്താണ്. അപ്പോ കറുത്ത മൈലാഞ്ചി, അങ്ങനെ ഒരു മൈലാഞ്ചി ദുനിയാവിലില്ല. പിന്നെന്താ, മൈലാഞ്ചിയിൽ ചില കെമിക്കൽ കൂട്ടിയാൽ അത് കറുത്ത് വരും. അതാ കറുത്ത മൈലാഞ്ചി. എന്നാൽ അതിന്റെ പേക്കറ്റ് വേണ്ട ഹിന്ന അസുഖം. അപ്പൊ ഒപ്പം പറയുന്ന ഞാന് കണ്ടില്ല, ഞാന് കറുപ്പികളില്ല, ഞാൻ മൈലാഞ്ചി ഇട്ടില്ല. ഇതേപോലെ ഇത് കണ്ടില്ലേ? ഇതുപോലെ ഗൾഫ് നാട്ടിലുണ്ട് അമുസ്ലിം രാജ്യങ്ങളിൽ വരുന്ന മാംസങ്ങൾ അവിടുന്ന് അറുത്ത് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് പോയ ആളുകളൊക്കെ അത് വാങ്ങി കഴിക്കും. കാരണം കുറഞ്ഞ പൈസ. അവിടെ തന്നെ അറുത്ത കോഴിയാണെങ്കിൽ നല്ല പൈസ കൊടുക്കും. നമ്മള് പ്രസ് ഇത് കിട്ടാൻ വേണ്ടി, മാംസം കിട്ടാൻ വേണ്ടി ജീവുള്ള കോഴിനെ വാങ്ങിയിട്ടോ അർപ്പിക്കുകയാണെങ്കിലോ കൂടുതൽ പൈസ. അപ്പൊ കുറഞ്ഞ നിരക്കില് മാംസം കിട്ടും. ഏത്? ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെ, ഇസ്ലാമിക രാജ്യമല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന മാംസങ്ങളാണ് ഈ മാംസങ്ങൾ. എന്നിട്ട് എന്ത് പറയും? നമ്മളിതിന്റെ പേക്കുമ്മൽ എന്താ എഴുതി വെച്ചേക്കണത്? അതാ നോക്കണത്. അതിലെന്താ? മദ്ബൂഹുൻ അലാ ശരീഅത്തിൽ ഇസ്ലാം, ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അർക്കപ്പെട്ടതാണ്. ഈ എഴുത്തുണ്ടായതുകൊണ്ട് ഇപ്പൊ പർച്ചോന്റെ തൂമ്പ എഴുത്തുണ്ടാവോ? പർച്ചോൻ എന്തൊരു ശവന്നത് ശവം ഹറാമാകപ്പെട്ടിട്ടില്ലേ? അപ്പൊ ഒപ്പം കടലാസേറ്റ് കൊണ്ടുവരും. പർച്ചോനെ ഞാൻ തിന്ന ശവമൊന്നുമല്ല, മദ്ബൂഹുൻ അലാ ശരീഅത്തിൽ ഇസ്ലാം അതിന്റെ മേലുണ്ടായിരുന്നു, ആ കടലാസാണത്. അത് പോകയോ? ഒന്ന്. രണ്ടാമത്തൊന്ന്, ഇത് ഒരു ഉറങ്ങനെ അച്ചടിച്ച് കണ്ട് ഉണ്ടാക്കി വെച്ചതാ. അയിലിന്റെ ഉള്ളിലാക്കിയതൊക്കെ മദ്ബൂഹുൻ അലാ ശരീഅത്തിൽ ഇസ്ലാം പോകും.
ആ ഒറിയിൽ എന്തൊക്കെ അതൊക്കെ മദ്ഹബുൻ ശരീഅത്തുൽ ഇസ്ലാമാണ്. അദ്ദേഹം വെറുതെ പറയുന്നതല്ല. ഞാനൊരു വലിയ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് ഇങ്ങനെ കുറെ സാധനം. അപ്പൊ ഞാൻ ഒന്ന് എടുത്തു നോക്കി. അപ്പൊ ചെമ്മീനാണ്. ആ കവറിന്റെ മേലെയുണ്ട് മദ്ഹബുൻ ശരീഅത്തുൽ ഇസ്ലാം ചെമ്മീൻ. അപ്പൊ എന്താ ഇതിനർത്ഥം? ഇങ്ങനെ ഒരു കടലാസ് നേരത്തെ അടുപ്പിച്ചങ്ങൾ പറ, ആ ഒറിയിലാക്കണമൊക്കെ മദ്ഹബുൻ. ഈ രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് മാത്രം സംഗതിയില്ല. ഇസ്ലാം പറയുന്നത് തസ്വീദാണ്, കറുപ്പിക്കുക. അത് മൈലാഞ്ചിയില് കെമിക്കൽ കുട്ടിയാലും ശരി, അല്ലാതെ ഇരുന്നാലും ശരി. അപ്പൊ മൈലാഞ്ചിയാണ് വെളുത്ത താടിയും മുടിയൊക്കെ ഉള്ളോട് മൈലാഞ്ചി ഇടാനുള്ള സുഖം പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്താണ്. അപ്പൊ ഞങ്ങൾ ഈ ചെയ്യുന്ന സുന്നത്താണ്. മൈലാഞ്ചി കറുത്തുപോയി എന്താക്ക? അത് തരീടായി കറുപ്പിക്കലാണ്, പാടില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ അങ്ങേറ്റം അത് സംബന്ധമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ കറുപ്പിക്കുന്ന ആൾക്കാർക്ക് വലിയ ദേശീയ ഇമാമിനോടാണ്. ഇത് ഇത്ര വലിയ വിഷയം എന്നല്ല, ഇത് വലിയ വിഷയമാക്കിയത് ഈ നവവിയാണ്. അതാ പറഞ്ഞത്, പുത്തനാശയക്കാരുടെ റസീദുർ റിള എന്ന് പറയുന്നൊരു ചങ്ങായിണ്ട്. അയാൾ എഴുതിയ തഫ്സീറാണ് തഫ്സീറുൽ മനാർ. അൽമനാർ തഫ്സീറിൽ ഒരുപാട് പേജുകൾ. മുടി കറുപ്പിക്കണ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് അവിടുത്തെ ഗൾഫിലെ ചെലഫുകളൊക്കെ കറുപ്പിക്കുന്ന കൂട്ടരാണ്. കറുപ്പിക്കാൻ പാടില്ല. ഈ അങ്ങനെ കറുപ്പിക്കുമ്പോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, മുടി കറുത്തു പോയാൽ ഒടുവിലെ വെള്ളം ചേരാൻ തടസ്സവോ? അതാവില്ല. ചെയ്ത പണി ഹറാമാണെങ്കിലും ഒന്നു എടുക്കുമ്പോ കുളിക്കുമ്പോ വെള്ളം ചേരുന്നതിന് തടസ്സമൊന്നുമല്ല. കാരണം ഇമ്മ വർണ്ണം കളർ മാത്രമേ ഉള്ളൂ. അതിന് തടിയൊന്നുമില്ല. വെള്ളം ചേരലിനെ വിലക്കുന്ന തടികളില്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലെങ്കിലും ഒന്നു ചെയ്യണം അല്ലെങ്കിൽ കുളിക്കലിനൊന്നും തടസ്സം വരത്തില്ല എന്ന് സാന്ദർഭികമായി നിങ്ങൾ അറിയിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ മുടി വെക്കണ കാര്യം അതൊക്കെ നേരത്തെ പറഞ്ഞു. അത് തന്നെ അതിന്റെ വെക്കുന്നത്. ഏതായിരുന്നാലും ഒറ്റ കാര്യം കൂടി പറഞ്ഞ് എനിക്ക് ഓടാകുമ്പോഴേക്കും മലപ്പുറത്തെത്തുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് നിർത്താം. ഒരു വിഹിതം ഹഖീഖത്താക്കാൻ പറ്റുമോ? അത് പറ്റും. വലിയ മൃഗാണെങ്കിൽ ഒത്ത് മൂരി പോലത്തെ വലിയ മൃഗങ്ങൾ. ആട് പറ്റില്ല. ആട് ഒരാൾക്കൊന്നേ പറ്റുള്ളൂ, ഒരു വിഷയത്തിനെ പറ്റുള്ളൂ. ഒരു ഹഖീഖ, മറ്റേ ഒരു വേർത്ത് നേർച്ച ഉണ്ടായി, അങ്ങനെ പരുതുവാക്കാം. ഇനി കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ഓരോഹരി ഒന്നല്ലാത്ത രൂപത്തിലാക്കാൻ പറ്റും. അല്ലെ ഉള്ളിയത്തല്ല ഇറച്ചി വെറും ലഹമ്മ അതും പറ്റും. എന്നെല്ലാം പറഞ്ഞു. ഒരു ഇറച്ചിന്റെ ആവശ്യമുണ്ട്, അതിനും പറ്റും. ഇബാദത്തെപ്പെട്ടൊന്നും ആക്കാതെ വെറും ലഹമാക്കി എന്നാലും പറ്റും. ഇനി എല്ലാം കൂടി ഒന്ന് ഉയർത്തി ഒരാൾ ഇപ്പോൾ ഉള്ളിയത്ത് നേർച്ചയാക്കി, ഒരു ഉള്ളിയത്ത് നേർച്ചയാക്കി. പക്ഷെ അർത്ഥത് ഏഴത്തെ പറ്റും വിധത്തിലുള്ള വലിയ മൃഗം. അതെല്ലാം കൂടി നേർച്ചയാവില്ല. ഒരു ഉള്ളിയത്തെ ഇയാൾ നേർച്ചയാക്കിയിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള 6 ഭാഗങ്ങൾ, ആ 6 ഭാഗങ്ങൾ നേർച്ചയിൽ പെടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം, ഒരു ഭാഗം നേർച്ചയായതുകൊണ്ട് അത് ഫുഖറായ പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണം. ബാക്കിയുള്ള സ്വന്തർക്ക് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാൻ അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം നേർച്ചയാക്കിയത് ഒരു ഉമയ്യത്ത് വിടാൻ ഒരു വലിയ മൃഗത്തിന്റെ 7 ഒന്ന് മതി. അപ്പൊ വലിയ മൃഗം അർത്ഥം എല്ലാം കൂടി നേർച്ചയാണ്. ഇനി അതിനൊന്നും എടുക്കാൻ പറ്റൂല, അതൊക്കെ കൊടുക്കണം എന്ന നിയമം ഇല്ല. കമാ സറഹ ബിഹി അൽ ഇമാം അൻ-നവവി ഫീ ശറഹിൽ മുഹദ്ദബി. എന്താ മറ്റ് ഗൾഫിലുള്ള ഒരാൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ അറക്കാൻ പറ്റുമോ? അത് പറ്റും. അയാൾ ഒക്കാലത്ത് ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞ പ്രകാരം നാട്ടിൽ വെച്ച് ഇറക്കാവുന്നതാണ്. അതിന് നഖലുൽ ഉലുഹിയ്യത്ത് എന്ന് പറയില്ല. ആ ചോദ്യത്തിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഉലുഹിയ്യത്ത് ആർക്ക് വേണ്ടി ഇറക്കുന്നു ആ രാജ്യത്തിന് ആകണം, അല്ലെങ്കിൽ നഖലുൽ ഉലുഹിയ്യത്ത് ആവൂലേ, അതാവൂല എന്നാണ് മുഹത്തമത്. പ്രബലപ്രകാരം നഖല് അവിടുന്ന് നീക്കം ചെയ്തു എന്ന് പറയണമെങ്കിൽ ഉലുഹിയ്യത്ത് അർത്ഥ സ്ഥലത്തുനിന്ന് മാംസം മറ്റൊരു രാജ്യത്തേക്ക് നീക്കം ചെയ്യലാണ് നഖലുൽ ഉലുഹിയ്യത്ത്. എന്നല്ല, ഉലുഹിയ്യത്തിന് ഏൽപ്പിച്ച ആള് ദുബായിലാണ്, അർക്കുന്നു ഇവിടെയാണ്. അതുകൊണ്ട് ആ ആൾ അവിടെ ആയിരിക്കെ ഇവിടെ ഉലുഹിയ്യത്താൽ അത് നക്കലായി കൂട്ടൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ അർക്കുന്നേ യാതൊരു പ്രശ്നമില്ല. ഗൾഫിൽ തന്നെ അറബികളൊക്കെ കണ്ടമാനം ഉലുഹിയ്യത്തുള്ളതുകൊണ്ട് മാംസം കെട്ടൽ ആവശ്യമായ രാജ്യങ്ങളിലേക്ക് അർത്ഥോട്ട് വിചാരിച്ച് നമ്മൾ നാട്ടിലേക്ക് അയക്കാറുണ്ട്. അതിന് യാതൊരു പന്തികേടുമില്ല. 7 ആൾ കൂടി അറക്കുമ്പോൾ
ഓരോരുത്തരെ വിധം മാറ്റി വെച്ച് 7 ഭാഗമാക്കി മാറ്റി വെക്കണം. അത് ഒരുമിച്ച് അതിൽ നിന്നെടുത്ത് വിതരണം ചെയ്താൽ മതി. 7 ഭാഗം വെവ്വേറാക്കി ഓരോ ഭാഗത്തുനിന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടുന്നവർക്ക് അതൊരു വെവ്വേറെ തന്നെ കൊടുക്കണം എന്ന് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ മുതാഖ്രീങ്ങൾ പിൽക്കാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും അത് വേറൊരിക്കാതെ തന്നെ ഒന്നിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല എന്ന് ഇമാം നവവി തങ്ങളുടെ സറഹ് മുദബ് നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി മഹാനവറുകൾ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതേ സ്ഥാനത്ത് അവൾ പറയുന്ന മറ്റൊന്ന് കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. എന്ത്? ഒന്നിലധികം മൃഗങ്ങളുണ്ട്. ഇപ്പൊ 3 മൃഗങ്ങൾ വാങ്ങി 21 ആള് 7 ഈച്ച വീതം ഓരോ മൃഗത്തിന്. അങ്ങനെ 21 പേര് കൂടിയിട്ട് 3 മൃഗങ്ങൾ വാങ്ങി. അപ്പൊ ഈ 3 മൃഗങ്ങളിലും ഈ 21ൽപ്പെട്ട ഓരോരുത്തർക്കും പങ്കുണ്ട്. ഇന്ന 7 പേർക്ക് ഈ മൃഗം, ഇന്ന 7 പേർക്ക് ഈ മൃഗം, ഇന്ന 7 പേർക്ക് ഈ മൃഗം എന്ന നിലക്ക് ക്രമപ്പെടുത്ത തയ്യും ചെയ്തിട്ടില്ല, നിർണയിച്ചിട്ടില്ല. എങ്കിൽ പറ്റില്ല. കാരണം ഇവിടെ 21 മൃഗത്തിലും 21 ആൾക്കും പങ്കാണ്. 3 മൃഗത്തിലും 21 ആൾക്കും പങ്കാണ്. അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വാങ്ങിയിട്ട് ഓരോ മൃഗം 7 ആളുകൾക്ക് നിർണയിച്ചു കൊടുക്കണം. അങ്ങനെ നിർണയിച്ച അർപ്പിന് ശേഷം വിതരണത്തിന് വേണ്ടി എല്ലാം കൂടി ഒന്നിച്ചു കൂട്ടി വിതരണം ചെയ്യുക. അതിന് പ്രശ്നമൊന്നുമില്ല. അറവ് അങ്ങനെ തയ്യും ചെയ്ത് നിർണയിച്ചുകൊണ്ടായിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പിന്നെന്താ? അത് ഉടമ പറയാം. അത് കാര്യമില്ല. ആ മൃഗത്തിന്റെ ഉടമയായ ആള് ഇത് ഉലുഹിയ്യത്താണ് എന്ന് പറഞ്ഞാൽ അവൻ ഉലുഹിയ്യത്തിനെ അള്ളാഹുവിനോട് ഏറ്റെടുത്ത ഫലത്തിലായി. അപ്പൊരു നദറിന്റെ നേർച്ചയുടെ ഒരു ഹുക്മയിന് വന്നു. നേർച്ച എന്ന് പറഞ്ഞാൽ ഇൽത്തിസാമു മുസ്ലിമിൻ മുക്കല്ലഫിൻ ഉർബത്തൻ എന്നാണ്. ലം തതഅയ്യൻ അലൈഹി, അവന്റെ പേരിൽ നേരത്തെ നിർബന്ധമാകാത്ത ഒരു നല്ല പുണ്യകാര്യത്തെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് അള്ളാഹുവിനോട് ഏൽക്കല. ഇൽത്തിസാം. ഇത് നേർച്ചയാവും. അത് നേർച്ചയായാലുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇന്നൊന്നും എടുക്കാൻ പറ്റില്ല, മുഴുവൻ വിതരണം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുറുകേറ്റ് പോകുമ്പോൾ എന്താവത് പരിപാടി എന്ന് പറയുമ്പോൾ അത് പെരുന്നാൾ നടക്കാനുള്ളത് അങ്ങനെ എന്തേ പറഞ്ഞാൽ എന്റെ ഉലുഹിയ്യത്ത് ആണ് എന്ന നിലക്ക് അവൻ അത് ഏറ്റെടുക്കുന്ന രീതിയിലുള്ളൊരു വാക്ക് പറയുന്നത് വളരെ അങ്ങേറ്റം സൂക്ഷിക്കണം എന്നാ പറഞ്ഞതിനർത്ഥം. എന്നാൽ തന്നെ വളരെ ഇൽമേറ്റവും ബന്ധമില്ലാത്ത സാധാരണക്കാർ, നാടന്മാർ, അവരിത് ശ്രദ്ധിക്കാതെ നാവുന്ന അങ്ങനെ വന്നുപോകും. അങ്ങനെ വന്നുപോയാൽ അവർക്ക് അതിൽ ഉദിറുണ്ട് എന്നൊരഭിപ്രായം കർമ്മശാസ്ത്രന്മാരിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മളത് സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നേർച്ചയാക്കിയാൽ പിന്നെ നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല. ഒന്നുകൂടി ആ കൂട്ടി ഞാൻ പറയട്ടെ, നേർച്ചയാക്കിയാലും അല്ലെങ്കിലും സാധാരണ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമ്പ്രദായമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതെന്താ? തോലി പള്ളിക്കോ മദർസക്കോ കൊടുക്കും. തോലൊക്കെ ഉണ്ടെങ്കിൽ അത് പള്ളിക്കൊരു കാര്യമായിക്കോട്ടെ, മദർസ കാര്യമായിക്കോട്ടെ, ചിലർ പള്ളിക്ക് കൊടുക്കുക, മദർസ കൊടുക്കുക. ഈ തോല് പള്ളിക്കും മദർസക്കും കൊടുക്കാൻ പറ്റും. എപ്പോ? ആ തോല് കൊണ്ടുള്ള നേർക്കുനേർ പ്രയോജനം പള്ളിക്കോ മദർസക്കോ കിട്ടുന്നുണ്ടെങ്കിൽ. അതിപ്പോ നമ്മുടെ നാട്ടിൽ തോലുകൊണ്ടുള്ള നേർക്കുന്ന പ്രയോജനം കിട്ടൂല. പണ്ടുണ്ടായിരുന്നു. പണ്ട് പള്ളിക്ക് തോല് കിട്ടിയ ഗുണമുണ്ട്. അതെന്താ? മൈക്കില്ലാത്ത കാലമാണ്. അപ്പൊ ജനങ്ങൾക്ക് ബാങ്ക് കേൾക്കാൻ വലിയ പ്രയാസം. അപ്പൊ ബാങ്കിന്റെ മുന്നിലോ പിന്നിലായിട്ടൊരു നഗാറടിക്കും, മുട്ടുക. അതിന് തോലാവശ്യമാണ്. അപ്പൊ ഒരു കൊല്ലത്തിൽ 4-8 5-8 തോല് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പൊ ഈ തോല് വാങ്ങി വെച്ചാൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താം. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോഴും തോല് കൊണ്ടുള്ള ഉപയോഗം നടക്കുന്നുണ്ട്. അതെന്താ? ഉദയക്കും മറ്റൊക്കെ വെള്ളം പാരാൻ ചിലർ നേർച്ചയാക്കും. ഒരു തോൽപാത്രം വെള്ളം എന്റെ വക. നമ്മളിവിടുത്തെ വാങ്ങി ഒന്നിച്ചാൽ മോട്ടറടിക്കല്ല. അജ്മീറിലൊക്കെ പോയ കണ്ടില്ലെങ്കിൽ ഇപ്പോഴും കൊടുത്ത് ഇങ്ങനെ പോയിരുന്നു. അത് ഓരോരുത്തരും നേർച്ചയാണ്. അപ്പൊ ഈ തോല് കൊണ്ട്, ആടിന്റെ തോല് കൊണ്ടൊക്കെ ഉള്ള ഏതാണ് മിക്കവാറുണ്ടായത്. അതേ ഒരാൾക്ക് പൊന്തുള്ളൂ. പോത്തിന്റെ തോലിലോട്ട് ആ വെള്ളം കെട്ടി പോകുന്ന ഒരാൾക്ക് പൊന്തൂല. അപ്പൊ തോൽപാത്രം
ഇങ്ങനെയൊക്കെ തോലുകൊണ്ടുള്ള ഉപയോഗം നേർക്കുനേർ നടക്കുമെങ്കിൽ കൊടുക്കാം. അല്ലാതെ പള്ളിക്കോ മദ്രസക്കോ കൊടുക്കുക, കമ്മറ്റിയത് വാങ്ങിയിട്ട് വിൽക്കുക, വിറ്റ കാശ് പള്ളിക്ക് എടുക്കുക, അല്ലെങ്കിൽ മദ്രസ അത് പറ്റൂല. കാരണം ഈ പള്ളി മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അതൊരു ജിഹത്ത് എന്ന് പറയാം. വ്യക്തിക്ക് കൊടുക്കുന്നതിനടുത്ത് മുതലാളിയല്ലാത്ത പാവപ്പെട്ട ഫക്കീറായ വ്യക്തിക്കാ കൊടുക്കണമെങ്കിൽ ഓനതിൽ മിൽക്കുണ്ട്. മിൽക്കുള്ള ആൾക്ക് അവന്റെ മംലൂക്കായ വസ്തുവിനെ വിൽക്കാവുന്നതാണ്. അത് പാവപ്പെട്ടവന് കൊടുത്താൽ അവന് വിൽക്കാം. അപ്പൊ തോലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ രാജ്യത്തുള്ള പാവപ്പെട്ട ഫക്കീർ മിസ്കിന്മാരുണ്ടാവും, അവർക്ക് കൊടുക്കുക. അവര് അങ്ങാടിയിലെ വിൽക്കണമെങ്കിൽ ആ തോലിന്റെ ആൾക്ക് തന്നെയാണ് വിറ്റാലും മതി. അറക്കാൻ വന്നാലും മുസ്ലിം അയാളല്ലേ വരിക, അയാൾക്ക് തന്നെ വിറ്റാലും മതി. എന്നാൽ അറിവ് നടത്തുന്ന ആൾക്ക് കൂലിയായി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ചിലവർക്കൊരു വിൽക്കണ്ട, നമ്മളിപ്പോ അർത്ഥ ആൾക്ക് കൂലിയായിട്ട് കൊടുക്കും. അതെങ്ങനെ? ഓന്റെ കൂലി എത്രയാ അത് കണക്കാക്കും, തോലിന് എത്ര വില അതും കണക്കാക്കും. എന്നിട്ട് ഈ തോലിന്റെ വിലയും ഇതും കൂടി വെച്ചിട്ട് അങ്ങനെ പറ്റൂല. അതേ സ്ഥാനത്ത് വേറൊന്ന് പറ്റും. അതെന്താ? നമ്മൾ ഓനോട് കൂലിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഓൻ കൂലിന്റെ കാര്യം ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞു പെരുന്നാൾക്ക് നമ്മളൊരു അറിവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരണം, അതൊക്കെ ഒന്ന് അറുത്തൊന്ന് വയ്യാക്കി തരണം. ഓ ഞാൻ വരാറുന്നു, അയാളൊക്കെ അറുത്ത് എല്ലാം ശരിയാക്കി തന്നു. അയാളോട് കൂലി നമ്മൾ പറഞ്ഞിട്ടില്ല, കൂലിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും പണിയൊക്കെ എടുത്താണില്ലേ, അപ്പോ ഇതിന് കൂലിയൊന്നും കണക്കാക്കിയിട്ടൊന്നുമില്ല, ഇതിന് വിലക്കെട്ടി കണ്ടുമല്ല, തോലും താങ്കളുടെ ഇവിടെ അയാൾ കൊടുത്തു, അതിന് കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് ഇയാളെ കൂലി ഇത്രയാണ്, കൂലി തോലിന് ഇത്രയാണ് വില. അപ്പൊ തോലിന് വില വെച്ച് കൂലി കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ തോലിന്റെ വില കൂടുതലുണ്ട്, എന്നാ കൂലി വെച്ച് ബാക്കിയുള്ള ഇങ്ങോട്ട് തരാൻ പറയാ, അത് കൂലി കൊടുക്കാൻ പറ്റുന്നേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതായിരുന്നാലും ഞാൻ ഓർപ്പെടുത്തുന്നത് അതിനെ പറ്റിയുള്ള വിശദമായ ഒരു ക്ലാസ് മൽപ്പുറത്തെടുത്തു. അതിന്റെ സീഡിനെ കിട്ടും. ഞാൻ അതിനുകൂടി ഇപ്പോൾ നീട്ടിപ്പറ്റി പറയുന്നില്ല. ഇതൊരു പുണ്യമായ അമലാണ്. എപ്പോഴും നമ്മുടെ ആളുകളത് അതിൽ പിശുക്ക് കാണിക്കാറുണ്ട്. കഴിവുള്ള ആളുകളൊക്കെ അറിവ് നടത്തുക. വടക്കേ ഇന്ത്യയിലൊക്കെ അവിടുത്തെ ജനങ്ങളെ അക്കൽ അനഫികളാണ്, ഓലക്ക് ഉളുഹിയത്ത് വാജിബും കൂടിയാണ്. അവിടെ കണ്ടമാനം ആളുകൾ അറക്കും. നമ്മളിലമായ കർമ്മമാണ് മോഹനായ സുന്നത്ത. അതുകൊണ്ട് തന്നെ കഴിയുന്ന ഒരാള് അറിവ് നടത്താൻ കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചാൽ അത് കറാഹത്തെങ്കിലും ആകും. ഉളുഹിയത്ത് അറക്കാൻ കഴിയുന്ന ആള് അത് അറക്കാതിരിക്കാം, അത് കറാഹത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന പ്രകാരം ഉളുഹിയത്ത് അറക്കാൻ ഒരു നേർക്കും കഴിയില്ല, ഒരു ആട് വാങ്ങാനും കഴിയില്ല, ഒരു പോത്തിന്റെ 7-1 വഹിക്കാനും കഴിയില്ല, അത്രയും പാവാം. എന്നാലും അള്ളാഹുവിന്റെ പേരിൽ അന്നേ ദിവസം ഒരു അറവെങ്കിലും നടത്തുക എന്ന ഒരു കോഴിയെങ്കിലും അറുക്കല് പുണ്യകർമ്മമാകുന്നു. പറഞ്ഞിടത്തും കോഴി നടത്താം ഉള്ളിയത്താവുന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാ, അതെല്ലാം അറിഞ്ഞേ. നബീനെല്ലാവരും അതിന്റെ പിന്നാലെ കൂടും. ലാഭമുള്ളത് നോക്കണ കാലപ്പോ കോഴി നടത്തുകൊണ്ട് കോഴിയത്ത് കൂടുന്നില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതാണ് ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയും ചെയ്യുക. അതുകൊണ്ട് ആ പഴയ ആളുകളൊക്കെ മാമാര് കഴിവൊന്നുമില്ല ഉള്ളിയത്തിറക്കാൻ, എന്നാൽ ഒരു കോഴിനെ വളർത്തും, എന്നിട്ട് പറയും ഇത് പെരുന്നാക്കക്കാണ്ട് കോഴിയ. അതാണ് പെരുന്നാക്ക് കോഴിന്റെ ഇറച്ചി എന്നതിൽ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അന്നേ ദിവസം അള്ളാഹുവിന്റെ പേരിൽ അവിടെ ഒരു ബലി ഇറക്കൽ. അതിന് വലിയ ഇറക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അതിന് എന്റെ കയ്യിൽ പൈസയില്ല, അപ്പൊ ഇതെങ്കിലും ആവട്ടെ. അപ്പൊ അത്ര പുണ്യമുള്ളൊരു സംഗതി കഴിയുന്ന ആളുകൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം എന്ന് പറയുന്നില്ലെങ്കിലും അത് കറാഹത്തെങ്കിലും ആണ് എന്നതിൽ സംശയമില്ല. മറ്റൊന്ന്, നമ്മൾ അറുക്കുന്ന ആ അറിവ് നമുക്ക് മാത്രമല്ല, അതിന്റെ സവാബിനെ കൂലിയെ നമ്മൾ ഇന്ന് മരിച്ചുപോയവർക്ക് നമുക്ക് അതിയെ ചെയ്യാം. മരിച്ചുപോയ ആളെ തൊട്ട് ഉളുഹിയത്ത് നമുക്ക് അറക്കണമെങ്കിൽ അയാളുടെ ജീവിതകാലത്ത് നമ്മൾ വസിയത്ത് ചെയ്തിരിക്കണം. വസിയത്തൊന്നും ഇല്ലാതെ മരിച്ച ആൾക്ക് വേണ്ടി ഉളുഹിയത്ത് അറത്താൽ അത് വിടൂല. അതേ സ്ഥാനത്ത് നമ്മൾ ഉളുഹിയത്ത് അറുത്തിട്ട് അതിന്റെ സവാബിനെ അവരിലേക്ക് ഹദിയാക്കാം. ഖുർആൻ ഓതിയിട്ട് സവാബ് ഹദിയാക്കണില്ലേ? പറഞ്ഞു നിർത്താം. ഖുർആൻ ഓതിയാൾക്ക് സവാബ് വേറെ കിട്ടും, അതല്ല കൂടെ കൊടുക്കും. ആ സവാബിനെ ഇരട്ടിച്ച് പിന്നെയും 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 നമ്മൾ പറഞ്ഞ ഹലർത്തിനേക്കും ഒക്കെ അതിന് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് എല്ലാ അമ്പിയാക്കളും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളും അവർക്കൊക്കെ അത് ചെയ്താലും അതിനനുസരിച്ച് അല്ലാഹു തആല അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും.
അപ്പൊ മരിച്ചുപോയ ആളുകൾക്ക് അതിന് സവാബ് കിട്ടണമെന്ന ലക്ഷ്യത്തോടെ അവർക്ക് സവാബ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് അറുക്കാവുന്നതാണ്. അതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യും. ഇനി പറഞ്ഞത് മഹല്ലുകളിൽ 6-7 മൃഗങ്ങളെ അറുത്ത് അതിന്റെ എല്ലാം കൂടെ ഇറച്ചി ഒരുമിച്ചാക്കലുണ്ട്. 6-7 മൃഗങ്ങളൊക്കെ അറുത്തിട്ട് ഒക്കെപ്പാടെ കൂട്ടിയിട്ട് വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെ നടത്താൻ പറ്റും. ഊട്ടി വിതരണം ചെയ്യുന്നിടത്ത് ഞാൻ പറഞ്ഞു, അറുക്കണത് 7 ആളുകൾ വീതം ഓരോന്നിനെ നിർണയിച്ച ശേഷം അങ്ങനെ ഇന്ന 7 ആളത്തൊട്ട് ഈ മൃഗം, ഇന്ന ആളത്തൊട്ട് മറ്റേ മൃഗം, അങ്ങനെ എല്ലാ മൃഗവും കണക്കാക്കി അറുത്തതിന് ശേഷം വിതരണത്തിന് വേണ്ടി മാത്രം ഒന്നിച്ചാക്കിച്ച് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ പിന്നെ എല്ലാത്തിനും കുറേ സമയം മരുന്ന് പിടിയെന്ന് എതിർക്കാൻ ആയിരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കൊടുക്കണേ അതിന് പ്രശ്നമില്ല. പക്ഷേ ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ മിന്നാന്നൊരു സ്ഥലത്ത് പോയപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇക്കൊല്ലും 39 മൃഗം പയക്കണം, 40ാമത്തെ ഒന്നും കൂടി കിട്ടിയാൽ ആക്കണം, 40 കുട്ടിയാക്കാൻ നിൽക്കുക ഞങ്ങള്. എന്നിട്ട് എങ്ങനെ ഞങ്ങൾ ചെയ്യലോ ചോദിച്ചു. അപ്പൊ ചെയ്യണ പോലെ എന്താ, അത് നല്ല രസമുണ്ട്. 7 വീതം ആളുകൾക്ക് തന്നെയാണ് ഓരോ മൃഗം, അത് കണക്കാക്കി. അങ്ങനെ പോന്ന് 40 ആളുകൾക്ക് ഉള്ള 40 മൃഗങ്ങൾക്കുള്ള ആളുകളൊക്കെ കണ്ടെത്തി. ആരും പൈസ വാങ്ങിയില്ല. എന്താ കാരണം? ഇനി അത് അറുത്ത് തൂലൊക്കെ കഴിച്ച് അതിനെ വെട്ടി അതിന്റെ പണികളൊക്കെ ചെയ്ത് ഇതൊക്കെ കീസാക്കി നേരത്തെ ലിസ്റ്റാക്കി ആ മഹലിൽ എല്ലാ ആളുകളെയും വെച്ചിട്ടുള്ള ലിസ്റ്റാക്കി അവിടെയൊക്കെ ഇത് കൊണ്ടേ കൊടുത്ത് എല്ലാം കൂടി വരുമ്പോ മൊത്തം മൃഗം വാങ്ങിയതും ചെലവ് വന്നും ഒന്നായിട്ടാണ് കൂട്ടിയിട്ട് ഈ ആളുകൾക്ക് സമായിട്ടാണ് വളരെ വൃത്തിയുള്ള പണിയാണ്. നല്ല പണിയാണ്. കാരണം പോയി വിചാരിച്ച് നല്ല ഉദ്ദേശിച്ച് ചെയ്താണ്. അപ്പൊ എന്ത് വന്നു ചോദിച്ചാൽ, ഈ 40 മൃഗത്തിലെ ഓരോ മൃഗത്തിനും ഇതിൽപ്പെട്ട ഓരോരുത്തർക്കും പങ്കാളിത്തണ്ട്. ഇങ്ങനെ വന്ന് അല്ല മിൽക്കാക്കാൻ പിന്നെ ആക്കി കൊടുത്തു ഞാൻ വെക്കായിരുന്നു. അത് അതിന്റെ കൂട്ടണം. ഈ പറഞ്ഞാലും ഇങ്ങനെ വാങ്ങലോണ്ട് മിൽക്കായിട്ടില്ല. അതും ഞാൻ ചോദിച്ചു, ആയിരത്തി ഞങ്ങൾ അടുത്തത് പൈസയും കൊടുത്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ ഒന്നാകെ പൈസ കറക്റ്റ് ആക്കിയിട്ട് പിന്നെ അവസാനേ പൈസ കൊടുക്കുള്ളൂ. ഈ ചോദ്യം ചോദിച്ചതിന് ആരാ? കന്നെടുക്കണ അയാളാ. എന്റെ അടുത്തുന്ന ഉസ്താദെ ഇവിടുന്ന് കന്നുണ്ടോ? ഇപ്പം ചെയ്യണ പണി ഇങ്ങനെയാണ്. ചിലപ്പോ എനിക്ക് കായിന് അയാളെ വിഷയം അതാണ്, നേരത്തെ കായിട്ടയച്ച ഇതെല്ലാം കൂടി ഒന്നാകെ കൊണ്ടേക്കാണ്ട് നേരത്തെ കായി വരില്ല. ഞാൻ മാണിയംകുളത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് കൂടി വണ്ടിക്ക് കുറഞ്ഞിട്ട് ഇവര് നേരത്തെ കായ് തരൂലെന്ന് അയാളെ വിഷയം എവിടെയാണ്. അപ്പൊ എനിക്ക് തിരിഞ്ഞത് ഇത് ശരിയാവുമോ? ഇത് ശരിയാവൂല പറഞ്ഞാൽ അയാളെ കായും തന്നെ വേഗം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, അയാളാ ഉദ്ദേശിച്ച കാര്യം കൂടി ഉദ്ദേശിച്ചിട്ട് അതൊക്കെ ഒരു ഉലഹയ്യത്ത് ഇറക്കുമ്പോ അതിന്റെ പൈസയൊക്കെ അപ്പ കൊടുത്തും കൊണ്ടുപോകാം. നിങ്ങളെ നമുക്ക് നിൽക്കാൻ കൊടുക്കും. ഇത് ആരാണ് മൃഗം കൊണ്ട്? നിങ്ങളെ മൃഗം കൊണ്ട് കാണുമ്പോൾ ശരിയോ ചോദിച്ചാൽ പിന്നെ ഒരാൾ എടുത്ത ആള് അതിന്റെ കടബാധ്യത ഏറ്റ് അയാൾ ഈ 7 പിന്നെ ഓരോരുത്തർക്ക് 7 വീത ആളുകൾക്ക് ഇതിപ്പോ മിൽക്കാക്കി കൊടുക്കണം. എന്നാ തെറ്റില്ലായിരുന്നു. ഇത് അതൊന്നുമില്ല. അത് ഒന്നാകെ 40 അറുക്കുക, എന്നിട്ട് ബാക്കിയുള്ള ചെലവെല്ലാം കൂടി കൂട്ടുക, എന്നാൽ അതെല്ലാം കൂടി സമമായി വീതിക്കുക. അത് ഒരിക്കലും പറ്റൂല. കാരണം എല്ലാ പോത്തിനും ഒരു വില. ഇത് ഈ പോത്തിന് മനസ്സിലായിക്കൂടെ? എല്ലാ പോത്തിനും വിലയില്ലല്ലോ. അപ്പൊ 10,000 രൂപ എല്ലാവർക്കും ഉദാഹരണം പറയാം. അപ്പൊ എല്ലാ പോത്തുകൾക്കും 70,000 വരണ്ടേ? ഒരു പോത്തിന് 80,000 ആവും. അപ്പൊ ഇവന്റെ പോത്തിന് 10,000 രൂപ ആരെ കൊടുത്തു? അത് മറ്റേ പോത്തിന് 60,000 ഉള്ളൂ. അപ്പൊ ഓല വത്ത അങ്ങോട്ട് വന്നത്. ഇതൊന്നും ശരിയാവില്ല. അതുകൊണ്ട് 7 വീതം ആളുകൾക്ക് ഓരോ മൃഗത്തെ നിർണയിച്ചേ പറ്റൂ. പള്ളിയിൽ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണോ അറുക്കുന്നത്? പള്ളിയിലാണോ വീട്ടിലാണോ ഉത്തമം? പള്ളിയിൽ വെച്ചെങ്കിലും ഇറക്കാൻ പാടില്ല. പള്ളി വളർത്തുന്നോ അങ്ങനെ ആയിരിക്കും ഉദ്ദേശം. ചോദിച്ചാല് മൂപ്പര് ചോദിച്ചല്ല, ചോദ്യം എഴുതി കൊടുത്ത് വായിച്ചതാണ്. അപ്പൊ പള്ളിയിൽ വെച്ചറക്കാൻ പാടില്ല. പള്ളിന്റെ പരിസരത്ത് ഒക്കെ വെച്ചറക്കും. അതെന്താന്ന് വെച്ചാൽ അറക്കാനുള്ള പ്രത്യേക സ്ഥലം ഉണ്ടാവും ചില രാജ്യത്ത്. മൻഹർ എന്നതിന് പറയാം. അറവ് നടത്തൽ അവിടെ. അപ്പൊ അവിടെ ചെറുക്ക. അത് വീട്ടിൽ നിന്നും അങ്ങനെ വളപ്പിലും അങ്ങനെ കണക്കൊന്നുമില്ല. വിദ്യാർത്ഥികൾക്കും മഹലിൽ ഒരുമിച്ചിറങ്ങുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ഉണ്ട് എന്ന് കണ്ടാൽ അവിടെ അതിൽ നിന്ന് വിട്ടു നിൽക്കലാണോ അതല്ല പങ്കെടുക്കലാണോ? എന്താ ചെയ്യേണ്ടത്? അത് മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികാരാണെങ്കിൽ
അവർക്ക് കൊടുത്തതുകൊണ്ട് ഹറാമെന്നോ അല്ലെങ്കിൽ ശരിയാവൂലോ എന്നോ ഒന്നും വരില്ല. ഈമാനിന്ന് പുറത്തു പോകാത്ത വിധേയത്താണ്. ഈമാനിന്ന് പുറത്തു പോകുന്ന വിധേയത്താണ് അവർ കൊടുക്കാൻ പറ്റില്ല. കൊടുത്താൽ വീടുമില്ല, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈമാനിന്ന് പുറത്തു പോകാത്ത മുബ്തദികളാണെങ്കിലും മുബ്തദികൾ ഇസ്ലാമിന്റെ അച്ചടക്കത്തിൽ നിന്ന് പുറത്തുപോയവരാണ്. ഇസ്ലാമിന്റെ ശരിയായ റൂട്ടുണ്ട്, അതിൽ നിന്ന് പുറത്തുപോയവരാണ്. അച്ചടക്ക ലംഘനം ചെയ്തതുകൊണ്ട് അവർക്കുള്ള അച്ചടക്ക നടപടിയാണ് അവരുമായി എല്ലാ വിഷയവും നിസ്സഹകരണം പാലിക്കുക. ആ നിസ്സഹകരണത്തെ ഭാഗമായി അവർ അറുത്തത് നമ്മൾ വാങ്ങുക, നമ്മളടുത്ത് കൊടുക്കുക, രണ്ടും വേണ്ട എന്നാണ് ഇതേ ചോദ്യം ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹമ്മദ് വായ ഷാലിയാത്തി തങ്ങളോട് ചോദിച്ചപ്പോ മഹാനവർ കൊടുത്ത ഫത്വ. ഇനി എന്താ ചോദ്യം? നിയ്യത്ത് ഏഴാളും ഒരാളെ ഏൽപ്പിക്കേണ്ടതുണ്ടോ? നിയ്യത്ത് നിയ്യത്തിന് അറക്കാൻ നിയ്യത്തോടുകൂടെ ഏൽപ്പിക്കണോ, അതോ നിങ്ങളെ അറക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതി? രണ്ടും മതി. മൃഗം കൊണ്ടെന്ന് നിർണയിച്ച സമയത്ത് തന്നെ ഓരോരുത്തരും അവരുടെ നിയ്യത്ത് സ്വന്തം നിയ്യത്ത് വെച്ചാൽ അറക്കാൻ മാത്രം ഏൽപ്പിച്ചാൽ. അതേ സ്ഥാനത്ത് ഇപ്പോഴും നിയ്യത്തൊന്നും ചെയ്തില്ല, മൃഗം കൊണ്ടൊന്നും ചെയ്തില്ല. എന്നാൽ പിന്നെ അറുക്കാനും അത് ഉളുഹിയ്യത്ത് ഞങ്ങളെ തൊട്ടുള്ള ഉളുഹിയ്യത്താണെന്ന് കരുതാനും അയാളെ ഏൽപ്പിക്കാവുന്നതാണ്. ജക്കാത്തിന്റെ അടുത്ത മാതിരി ജക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിക്കുമ്പോ നിയ്യത്ത് നമ്മൾ വെച്ചേക്കണ്, കൊടുക്കാൻ മാത്രം ഏൽപ്പിക്കാം, അങ്ങനെയും പറ്റും. അല്ല, സാധനം കൊടുത്തു, അരി കൊടുത്തു, ഫിത്ർ സക്കാത്ത, അത് ജക്കാത്തിന് വേണ്ടിയുള്ള ഞങ്ങള് നിയ്യത്ത് വെച്ച് കൊടുത്താൽ എന്താ പറഞ്ഞത്? എന്നാ നിയ്യത്തും രണ്ടും അയാളെ ചെയ്യാം. അറക്കുന്നതിന്റെ മുമ്പ് എങ്ങനെ നിയ്യത്ത് വെക്കുന്നത്? കുടുംബത്തിന്റെ നിയ്യത്താണ്. അറക്കുന്നതിന്റെ മുമ്പ് ഈ ഓരോ അത് ഫുഖാഹ് നസ്സാക്കിയിട്ടുണ്ട്. അറക്കുന്നതിന് മുമ്പ് പറ്റും. മൃഗം കൊണ്ടുവന്ന് തഴീനാക്കിയതിനു ശേഷം, മൃഗം തഴീനാക്കുന്നതിന് മുമ്പ് ചന്തയിൽ എവിടെ കിടക്കുക, വാങ്ങിയിട്ടാണോ? ഇപ്പൊ തന്നെ ഓൻ സ്വന്തം നിയ്യത്ത് വെച്ച പറ്റൂല. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു സംഗതിയാണ്. ഓൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ നിയ്യത്തൊക്കാനും കൂടി ആരെ ഏൽപ്പിച്ച, വാങ്ങി അറക്കാൻ ഏൽപ്പിക്കുന്ന ആളെ തന്നെ നിയ്യത്തൊക്കാനും കൂടി ഏൽപ്പിക്കാം. അർക്കണിന് മുമ്പ് നിയ്യത്തൊക്കാം, പക്ഷെ വസ്തു മുഅയ്യനാകണം, നിർണയിക്കപ്പെടണം. സാധാരണക്കാർ ഇതെന്റെ ഉള്ളിത അർക്കണ സമയത്തും കരുതുക. അതുകൊണ്ടാണ് വേറൊരാളാണ് ഇവരെല്ലാവരും ഹാജറാകുക. ആ നേരത്തെ എല്ലാവരും അതിന്റെ മേലിന്ന് കൈവെക്കുക. പിന്നെ ഓരോ കരുതാലും മതി. അർക്കണ ആള് അറിവ് മാത്രം നടത്തിക്കൊടുക്കും, എന്നാലും ശരിയാവും. ഉലുഹിയ്യത്തിന്റെ കാഫിറിന് കൊടുക്കാൻ പറ്റില്ല, അതേപോലെ തന്നെയാണോ ഹഖീഖത്തിന്റെ നിയമം? ഹഖീഖത്തിന്റെ നിയമം അങ്ങനെയല്ല എന്നാണ് അലി സുബ്റാം അൽ-ലസി നിഹായന്റെ ആശയിൽ പറയുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു നിയമമുണ്ട്, അമുസ്ലിമിന് കൊടുത്തുകൂടാ എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കി പോരുത്. അമുസ്ലിമിന് സദഖ ചെയ്താൽ കൂലി കിട്ടുമെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നല്ല, മുസ്ലിമായ ഒരാളുണ്ട്, അമുസ്ലിമായ ഒരാളുണ്ട്. മുസ്ലിമായ ആൾ കുറെ അകലെയാണ്, അമുസ്ലിമായ അയൽവാസിയാണ്. എന്നാ ഈ അമുസ്ലിമെ കൂടുതൽ പരിഗണിക്കണം എന്ന് ഇസ്ലാം പറയുന്നത്. ജാറ്, അയൽവാസി, ഒലൗക്കാന കാഫിറൻ, അമുസ്ലിമായാലും ശരി. അപ്പോൾ അമുസ്ലിമിന് കൊടുത്തുകൂടാ എന്നല്ല, അങ്ങനെ ഇസ്ലാമിന് നിലപാടില്ല. പിന്നെയോ ഇത് ഇസ്ലാമിന്റെ പ്രത്യേക കർമ്മമാണ്. ആ കർമ്മത്തിൽ അത് മുസ്ലിമിനെ ആയിക്കോളൂ. ഏതുപോലെ അമുസ്ലിങ്ങൾക്കും പ്രത്യേക ചില ചടങ്ങുണ്ടാവും. അവരാ ചടങ്ങിൽ ചിലപ്പോൾ മുസ്ലിങ്ങളെ അവർ കൂട്ടൂല. അതവരുടെ മതപരമായ കാഴ്ചപ്പാടാണ്, കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതേ സ്ഥാനത്ത് മുസ്ലിങ്ങൾ എത്രയേ മുസ്ലിങ്ങൾ നമ്മളെ മുസ്ലിങ്ങളെ പള്ളിക്കും മദ്രസക്കും ഒക്കെ വലിയ സംഭാവന ചെയ്യുന്നവരില്ലേ? തൃശ്ശൂർ ജില്ലയിലുണ്ട് ഒരു CK മേനോൻ എന്ന് പറഞ്ഞ ആ മുസ്ലിമായ ആളാ, ഹിന്ദുവാ. എത്ര പള്ളി അയാളെടുത്തു. ഇപ്പൊ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളി എടുത്തു. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ശിയാബുദങ്ങളിൽ ക്ഷണിച്ചു. ഉസ്താദ് ഒന്നും ശിയാബുദങ്ങൾ ഉണ്ടായില്ല. എന്തേത് കാരണം എനിക്കറിയില്ല. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇയാളെ കാണാൻ പോയിരുന്നു. കാരണം എന്താ, നമുക്ക് കണ്ട ഗുണം കിട്ടും, അയാളെ സാധനങ്ങളൊക്കെ തരുന്നതാണ്. അപ്പൊ അയാൾ ഉസ്താദേ, ഞാൻ EK അല്ല AP അല്ല. ഞാൻ പിന്നെ ഇവിടെ എല്ലാവരും ആദരിക്കുന്ന എല്ലാവരും വിളിക്കാനല്ലേ കുറിച്ചതാ. വന്നോലൊക്കെ വന്നു, വരാത്തോല് വന്നില്ല, ഞാനെന്താ കേട്ട എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനത്തെ മനുഷ്യന്മാരില്ലേ? അയാൾക്ക് വേറെ എന്തെല്ലാം കൊടുക്കാം. പക്ഷെ അയാൾ പള്ളിക്ക് കൊടുക്കാറ് നല്ല കാര്യമാണ്. അത് ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ഒരു കേന്ദ്രമാണ് എന്ന ഒരു നല്ല ഉദ്ദേശത്തിലാണ് അയാൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്താൽ അതിന് ഗുണം അവർക്ക്
ഉഖ്റവിയായ തവാബില്ലെങ്കിലും ദുന്യാവിൽ അല്ലാഹു തആല അതിന്റെ ഖൈർ അവർക്ക് കൊടുക്കുന്നതാണ്. അതിനായിരിക്കും അയാൾക്ക് നല്ല ഖൈറും കസീറാണ്. അങ്ങനെ അതിനുണ്ടാവും. എത്രയോ സ്ഥലം അങ്ങനെ ഉണ്ട്. 2 വയസ്സിൽ താഴെയുള്ള മൃഗത്തിന് അറുക്കാമെന്ന് വന്ന അഭിപ്രായമുണ്ട്. ചോദിക്കുന്നതാണ് ഈ നെയ്യാട് കോലാട് ഇത്ര വയസ്സ് പറഞ്ഞു. നമ്മളിവിടെ ഉള്ളത് ഏത് ആടാണ് നെയ്യാട്, ഏതാ കോലാട്, അതാണ് കണ്ടത്. 2 വയസ്സിൽ താഴെയുള്ളതിനെ പറ്റൂല എന്ന് പറഞ്ഞ ഈ കോലാട് നെയ്യാട് എന്നുള്ള വ്യത്യാസം ആദ്യം പറയുന്നത്. നെയ്യാട് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോയാൽ നമ്മൾ കാണാനില്ല, വടക്കേ ഇന്ത്യയിൽ അപൂർവമായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഒരു ചന്തിയുടെ ഭാഗത്ത് രോമൊക്കെ പോയി അവിടെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ തുടിച്ചു നിൽക്കും. അതാണ് നെയ്യാടുള്ളത്. ഇതിനെന്ന് പറയുന്ന സാധനം. അതിന് നെയ്യാട് എന്ന് പറയും. ചെമരിയാട് എന്ന് പറയാറുണ്ട് ചിലപ്പോ. പക്ഷെ ചെമരിയാടല്ല നെയ്യാട് എന്നതാണ് ശരി. നിഘണ്ടുവിൽ ഇതിനെ എന്നതിന് ചില നിഘണ്ടുകാരൊക്കെ ചെമരിയാട് എന്നർത്ഥം കൊടുക്കും. ചെമരിയാട് എന്ന് പറഞ്ഞാൽ കുറെ രോമുണ്ടാകുന്നതിനാടുണ്ട്. അതിങ്ങനെ വെട്ടിയെടുക്കും. അങ്ങനെ കമ്പിളി പോലത്തിനൊക്കെ വേണ്ടി കയറ്റിയാക്കും. അത് പിന്നെയും വളർന്നു വരും, കുറേ ഉണ്ടാവും, പിന്നെ അത് വെട്ടും. അതങ്ങനെ ഒരു സാധനം വേറെ, അത് ആട് തന്നെ. പക്ഷെ അത് ലൊയിനെ അറിയില്ല. ലൊയിനെന്ന് പറയുന്ന ഇതാണ്. ഈ നെയ്യ് അതിന്റെ 2 ചന്തിമ്മൽ ഇങ്ങനെ വെക്കതായിട്ട് വേറെ തന്നെ കാണും. അതാണെങ്കിൽ അങ്ങനത്തെ ആട് 1 വയസ്സ് തന്നെ മതി. നമ്മൾ 2 വയസ്സായ ആടിന്റെ മേനി അതിനാ 1 വയസ്സിൽ തന്നെ കിട്ടും. അതാണ് ആ ആടിന്റെ പ്രത്യേകത. മറ്റ് ആട് നമ്മുടെ നാട്ടിലുള്ള ഈ ആടൊക്കെ മഅസ് എന്ന് അറിയില്ല. അതിന് പല ഇനങ്ങളുണ്ട്. നെയ്യാട് ലൊയിനെന്ന് പറയും. ലൊയിനല്ലാത്തൊക്കെ പിന്നെ മഅസിലാപ്പെടും. അത് മഅസ് പല ജാതി മഅസുണ്ട്. മഅസ് ഹിന്ദി നമ്മുടെ ഇന്ത്യൻ നാട് പ്രത്യേകം തന്നെ പറയാം. ഓരോ രാഷ്ട്രത്തിനനുസരിച്ചും അവിടുത്തെ മഅസുകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. പഴവർഗ്ഗങ്ങളിൽ വ്യത്യാസമുള്ള മാതിരി ആപ്പിള് നമ്മൾ ഇന്ത്യന്റെ ആപ്പിളും അമേരിക്കൻ ആപ്പിളും വ്യത്യാസമില്ല. സംഗതി രണ്ടും ആപ്പിളാ. മുന്തിരി നമ്മൾ ഇന്ത്യന്റെ മുന്തിരിയുണ്ട്, അമേരിക്കന്റെ മുന്തിരിയുണ്ട്. ഫ്രൂട്ട് കടയിൽ ചെന്നൊക്കെ വ്യത്യാസമായി കാണൂലേ. ഇന്ത്യന്റെ ഓറഞ്ച് ഉണ്ട്, ഓസ്ട്രേലിയന്റെ ഓറഞ്ച് ഉണ്ട്. എന്ന പോലെ ഈ ആടിലും പല തരത്തിലുള്ള ആട് ഹജ്ജിനൊക്കെ ചെന്നാൽ മിനായി ചെല്ലുമ്പോ പല രാജ്യത്തിന്റെ ആടും ഇവിടെ കാണും. അതെല്ലാം ഈ പറഞ്ഞത്. ഇതിനല്ലാത്തൊക്കെ മഅസ് പറഞ്ഞ ആ വാക്കിൽ പെടും. അതാണ് നമ്മുടെ നാട്ടിലെ ഈ ആടും മഅസിലെ പെടും. അപ്പൊ 2 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ മറ്റൊന്ന് വെച്ചിട്ട് 2 വയസ്സിൽ താഴെയുള്ളത് അറുക്കാമെന്ന അഭിപ്രായം ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മദ്ഹബിൽ അത് മുഅ്തമദല്ല. പിന്നെ ഒന്ന് ഞാൻ പറയട്ടെ, 2 വയസ്സിൽ താഴെയുള്ളൊരു മൃഗത്തെ ഒരാൾക്ക് ഉളുഹിയത്ത് അറുക്കാന്ന് പറഞ്ഞ് എന്താക്കി നിർണയിച്ചു കഴിഞ്ഞാൽ ആ നിർണയിച്ച മൃഗത്തെ വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കേണ്ട. അടുത്ത ഉളുഹിയത്തിന്റെ സമയത്തും അതിനെ അറുക്കണം. പക്ഷെ ഉളുഹിയത്ത് എന്ന പരിഗണന കിട്ടൂലെങ്കിലും ഉളുഹിയത്തിന്റെ വക്കത്ത് കൊണ്ട് അതെന്താവും നിർണയമായി. 2 വയസ്സോടെ നോക്കി വളർത്തി 2 വയസ്സാകുമ്പോൾ അറക്കാമെന്ന് നേർച്ചയാക്കിയെങ്കിലും നേർച്ചയാക്കിയതിനെ ഇപ്പം അറക്കാനല്ല, അന്നറക്കാനാണെങ്കിൽ ഈ പ്രശ്നമില്ല. എന്നാ പിന്നെ ഇനി തൽക്കാലം നിർത്തുകയാണ്. എനിക്ക് മറ്റൊരു സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. അവിടുന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് 2:30 വേറെ സ്ഥലത്തെത്തണം. 2 പരിപാടി ഞാൻ 2:30 ഉള്ളിൽ നിൽക്കാനുള്ളത് കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തെ ഇനിയും ഉയർത്തിത്തരട്ടെ. ബഹുമാനപ്പെട്ട ടി ഉസ്താദ് നേരത്തെ മനസ്സിൽ കണ്ട എല്ലാ രംഗത്തേക്കും അല്ലാഹു ഈ സ്ഥാപനത്തെ എത്തിക്കട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊപ്പം അല്ലാഹു തആല ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.